ഞാൻ മേരി മിറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവനൊരു കൂട്ട് വേണം. അങ്ങനെ ആദത്തിന് ദൈവം ഒരു സഖിയെ സൃഷ്ടിച്ചു, ഹൗവ. എന്തായാലും മനുഷ്യന് ഒരു കൂട്ടുള്ളത് ജീവിതത്തിന് കൂടുതൽ സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കും. അക്കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. ആ കൂട്ട് കൂടുതൽ തീവ്രതയുള്ളതും ഫലപ്രദവുമാക്കാൻ വിവാഹം, കുടുംബം എന്നീ സംവിധാനങ്ങൾ സമൂഹത്തിൽ നിലവിൽ വന്നു. ശക്തമായ സാമൂഹ്യ ബന്ധങ്ങൾക്ക് അത് അടിത്തറ പാകി. എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിവാഹം കഴിക്കുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്നോ, പ്രായമാകുമ്പോൾ നമ്മൾ നോക്കാനൊക്കെ ആരെങ്കിലും വേണം, മക്കളുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ഉണ്ടാകുമല്ലോ. വന്ന് മക്കൾ ഉണ്ടാകും എന്ന ഒരു ചിന്ത പ്രസക്തമല്ലാതായി. അങ്ങനൊരു പ്രതീക്ഷ ഇപ്പോൾ ആർക്കും ഇല്ലയെന്ന് തന്നെ പറയാം. ഇനി മക്കളില്ലെങ്കിൽ പോട്ടെ, ജീവിത പങ്കാളി ഉണ്ടാവുമല്ലോ, ആ പ്രതീക്ഷയ്ക്കും ഇന്നും മങ്ങലേറ്റിട്ടുണ്ട്. ബ്രേക്കപ്പിൻ്റെ എണ്ണമൊക്കെ കൂടി വരുന്നു. ജീവിത സായണത്തിലേക്ക് എത്തുമ്പോഴേക്കും ജീവിത പങ്കാളികളിൽ ഒരാൾ മരണം മൂലം വേർപെട്ടു പോയെന്ന് വരാം. ജീവിത സായണത്തിൽ പങ്കാളികൾ ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. എന്നാൽ ഈ അവസരം കിട്ടുന്നവർ പലരും അത് വേണ്ടത്ര ഭംഗിയായിട്ട് വിനിയോഗിക്കാറുമില്ല. ചിലരെങ്കിലും വിചാരിക്കും ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ഇതിലും ഭേദം. അതിന് കാരണമായിട്ട് വരുന്നത് നമ്മൾ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാര്യം മനസ്സിൽ കരുതണം, ജീവിത പങ്കാളിയോടൊപ്പം ജീവിത സായാഹ്നം ചെലവഴിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ അവസരം വെറുതെ കളയരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര തിരക്ക് പിടിച്ച ജീവിതമായിരുന്നല്ലേ. പല ഉത്തരവാദിത്തങ്ങളിലൂടെയൊക്കെ നടന്നു നീങ്ങി അവസാനം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം കിട്ടുമ്പോൾ അത് പരസ്പരം പോരാടി അല്ലെങ്കിൽ ജീവിതം ദുരന്തമാക്കി മാറ്റി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലാകരുത് നമ്മൾ. കുറച്ച് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ അവസരം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ജീവിത പങ്കാളികൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ്. ഈ വീഡിയോ ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് കരുതരുത്. അതിനു മുൻപേ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവെയറാകുന്നതും ഒരുക്കങ്ങൾ നടത്തുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ജീവിത പങ്കാളിയെ കയറി നിയന്ത്രിക്കാൻ നടക്കരുത്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് ഈ നിയന്ത്രണം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ സീനിയർ ആകുമ്പോൾ നിയന്ത്രണം തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് മാറും. ജീവിത പങ്കാളികൾക്കിടയിലും ഈ നിയന്ത്രണങ്ങൾ കടന്നു വരാറുണ്ട്. പ്രായമായി വരുന്നവരും നിയന്ത്രണങ്ങളുടെ തീവ്രത ചിലപ്പോൾ കൂടാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം, ഒരു കരുതലിൻ്റെ ഭാഗമായിട്ടും ഈ നിയന്ത്രണങ്ങൾ കടന്നു വരാം. പക്ഷേ എന്തിനും എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ശീലം, അത് മറ്റേയാൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും കയറി കൈ കടത്തുക. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ എന്ത് കളറ് ഉടുക്കണം, ഭക്ഷണശീലങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പറയാനുമില്ല. ഒരു കല്യാണത്തിന് പോകാൻ റെഡിയാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, അവിടെ ചെന്ന് കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്ന് അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മമാർ നിയന്ത്രിക്കുന്ന പോലെ ലൈഫ് പാർട്ട്നേഴ്സിനെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, ഈ നിയന്ത്രണം വരുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി നഷ്ടപ്പെടും. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കാതെ ആവും, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രായമാകുമ്പോൾ ബ്രെയിൻ ആക്റ്റീവാകാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ളത്. ഇതെല്ലാം വേറെ ആളുകൾ ചെയ്തോട്ടെ എന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ അവർ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥയിലാകും. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ കുറഞ്ഞു വരും. എപ്പോഴും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക. തനിയെ ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളോട്, അയ്യോ നിങ്ങളങ്ങനെ തനിയെ പോകണ്ട, ഞാൻ കൂടി വരാം. അങ്ങനെ ഇടവും വല്ലവും തിരിയാതെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ വലിയ കഷ്ടപ്പാടാവില്ലേ. ഒരു കാര്യം ഓർക്കണം കേട്ടോ, നമ്മൾ ജനിച്ച് വളർന്ന് ഈ ഒരു അവസ്ഥയിലാകുന്നത് വരെ മിക്കവാറും സമയം ആരുടെയെങ്കിലൊക്കെ നിയന്ത്രണത്തിലായിരുന്നു. കുഞ്ഞുനാളിലെ അച്ഛനമ്മമാർ, അത് കഴിഞ്ഞ് സ്കൂളിലായപ്പോൾ ടീച്ചേഴ്സ്, ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുണ്ട് നമ്മൾ നിയന്ത്രിക്കുന്ന ആളുകൾ. പിന്നെ പൊതുവേ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ സമൂഹത്തിൻ്റെ വക കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് പാർട്ട്ണർ നിയന്ത്രണം കൊണ്ട് വരുന്നത്. അത് ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ബി എ ഡിസ്കറേജിങ് പാർട്ട്ണർ. വ്യക്തികളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ,
പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് പ്രചോദനം വേണം. ഈ പ്രചോദനം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. കൂടുതലായിട്ട് സഹവസിക്കുന്ന ആളുകൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. എൻകറേജിങ് ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവരെ നന്നായിട്ട് പ്രചോദിപ്പിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ എനർജറ്റിക് ആവും. ഒരു കാര്യം ചെയ്യാനും നമുക്ക് മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവില്ല. അതേസമയം ഡിസ്കറേജിങ് ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമ്മുടെ കഴിവുകൾ പലതും നഷ്ടപ്പെടും. സീനിയർ ആയിട്ടുള്ള ആളുകളോട് ലൈഫ് പാർട്ട്നേഴ്സ് പലരും ഇങ്ങനെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പ്രായമാകുമ്പോഴായിരിക്കും അവർക്ക് ചില ആഗ്രഹങ്ങൾ, ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുക. ആ കാര്യം അവതരിപ്പിക്കുമ്പോൾ അവരെ കളിയാക്കുന്നവരുണ്ട്. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഈ പ്രായത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോണത്. വിവാഹശേഷം ചില പെൺകുട്ടികൾക്ക് വരുന്ന മാറ്റം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് ജീവിതകാലത്ത് ഒന്നിനും പാങ്ങില്ലാത്ത ചില പെൺകുട്ടികൾ മിടുമിടുക്കുകളായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലും പറയാറുണ്ട് കേട്ടോ, ലൈഫ് പാർട്ട്ണറാണ് എൻ്റെ പ്രചോദനം. അങ്ങനെ പരസ്പരം പ്രചോദനം കൊടുക്കേണ്ട ആളുകളാണ് ലൈഫ് പാർട്ട്നേഴ്സ്. അതിനു പകരം മറ്റേയാളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ആളായിട്ട് ചില ലൈഫ് പാർട്ട്നേഴ്സ് മാറാറുണ്ട്. സീനിയർ ആയി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. നമ്മളെ പിന്നെ പ്രചോദിപ്പിക്കാൻ പുറമെ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. കുഞ്ഞുനാളിലെ മാതാപിതാക്കൾ, സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചേഴ്സ്, ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത സായാഹ്നത്തിലാകുമ്പോൾ ഇതൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ പരസ്പരം പ്രചോദനം കൊടുക്കേണ്ടവരാണ് ജീവിത പങ്കാളികൾ. മൂന്നാമത്തെ കാര്യം, ജീവിത പങ്കാളിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ആളായി മാറരുത്. ചിലർ വെറുതെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വന്നിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മത്സരവേദിയിലേക്ക് കയറാനൊരുങ്ങുന്ന കുട്ടിയോട് ചില ജഡ്ജസ് ചോദിക്കുന്നത് കേൾക്കാം റിയാലിറ്റി ഷോയിലൊക്കെ, നല്ല ടെൻഷൻ ഉണ്ടല്ലേ, എന്ത് കഷ്ടമാണല്ലേ. തനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് വേറൊരാൾ അറിയുന്നത് പൊതുവെ ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്താണ് മറ്റേയാൾ നല്ല ടെൻഷൻ ഉണ്ടല്ലേ. ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, പറഞ്ഞ് ടെൻഷൻ ഉണ്ടാക്കും. ചില ജീവിത പങ്കാളികൾക്ക് ഈ അസുഖമുണ്ട് കേട്ടോ. ലൈഫ് പാർട്ട്നേഴ്സിനെ ടെൻഷനിലാക്കും. വെറുതെ ഇരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് എന്താ മുഖത്തൊരു ക്ഷീണം പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുക. ഈ ലോകത്ത് നടക്കുന്ന സകല കുഴപ്പങ്ങളും നമ്മുടെ വീട്ടിൽ സംഭവിക്കും എന്നുള്ള മട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില ആളുകൾക്ക് ഈ ടെൻഷൻ കൂടുതലുള്ളവരാണ്. അപ്പോൾ അവരെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒന്നുകൂടി ടെൻഷനിലാക്കരുത്. ഇനി നമ്മുടെ ജീവിത പങ്കാളി പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രതികരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ചിലരങ്ങനെയല്ല. അത് മനസ്സിലാക്കി വെറുതെ ആളെ ടെൻഷനിലാക്കരുത്. 4, ഈ മൂക്കത്ത് ശുണ്ഠിയുള്ള ആളാകരുത്. നമ്മൾ പണ്ടേ നല്ല ദേഷ്യക്കാരായിരിക്കാം. ചെറുപ്പകാലത്ത് അതിന് ചില ന്യായീകരണങ്ങളുമുണ്ട്. നമ്മൾ ജീവിതത്തിൻ്റെ തത്രപ്പാടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. പക്ഷേ ജീവിത സായാഹ്നത്തിൽ എത്തിക്കഴിഞ്ഞാൽ പടിക്ക് പുറത്ത് നിർത്തേണ്ട ഒരു ഇമോഷനാണ് ദേഷ്യം. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മറ്റേ ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനല്ലാതെ ഈ ദേഷ്യം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളോട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പേടിച്ച് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യും. പ്രായമായ ആളുകളോട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയുണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷെ പേടിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സീനിയേഴ്സാണ്. പഴയ പോലെയുള്ളൊരു എഫിഷ്യൻസി അവർക്ക് ഉണ്ടായെന്ന് വരില്ല. ജീവിത പങ്കാളിയുടെ ദേഷ്യം മറ്റേ വ്യക്തിക്ക് എപ്പോഴും ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരാൾ ദേഷ്യം വരുമ്പോഴേ മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾ ഒരുപാട് അപഹാസ്യപാത്രരാകും. അപ്പോൾ കൂടെ ദേഷ്യമില്ലാതെ നിൽക്കുന്ന ആൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. ദേഷ്യം വരുന്ന ആൾ ഇതൊന്നും പലപ്പോഴും അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് പേരക്കുട്ടികൾ. ഈ പേരക്കുട്ടികളോടൊക്കെ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് അല്ലേ? ഈ ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഒരു ജീവിത പങ്കാളിയുടെ ദേഷ്യം മറ്റേ ജീവിത പങ്കാളിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നല്ല സ്റ്റിയറിംഗ് കൺട്രോളുള്ള ഒരു ഡ്രൈവർക്ക് സുന്ദരമായി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ ഒക്കും. അതുപോലെ തന്നെയാണ് മനസ്സ് നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾക്ക് ജീവിതം ആനന്ദപ്രദമായി മാറും. 5ാമത്തെ കാര്യം, നമ്മളെല്ലാവരും വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരാണ്, കഴിവുകളുള്ളവരാണ്. ചിലപ്പോൾ ജീവിത സായാഹ്നത്തിൽ എത്തുമ്പോഴായിരിക്കും ഈ കഴിവുകൾ ഒന്നുകൂടി പരിപോഷിപ്പിക്കണമെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ജീവിത പങ്കാളികൾ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ചിലരെങ്കിലും സ്വന്തം ഇഷ്ടത്തിലേക്ക് മറ്റേയാളെ വലിച്ചിഴച്ച് കൊണ്ടുവരാൻ നോക്കും. അതൊരിക്കലും പാടില്ല. ഇനി ഒരു ഇഷ്ടം വേറെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കുറേ കൂടി ചെറുപ്പമായിരുന്നെങ്കിൽ നമുക്ക് അതിനുള്ള ശ്രമമൊക്കെ നടത്തായിരുന്നു. ഇനി അങ്ങനെ ഒരു ചാൻസ് ഇല്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കാം.
ഓരോരുത്തരുടെ മേഖലയിലൂടെ കടന്നു പോട്ടെ. പക്ഷേ കുറച്ച് കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളോടൊപ്പം കോമൺ ആയിട്ട് താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ വല്ല സാധ്യതയുണ്ടോ? അങ്ങനെ ചില താല്പര്യങ്ങളുണ്ടോ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാൻ ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ആറാമത്തെ കാര്യം, മറ്റുള്ളവരുമായിട്ട് കൂട്ടുപിടിച്ച് ജീവിത പങ്കാളിയെ ഒറ്റപ്പെടുത്തരുത്. മക്കളും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അച്ഛൻ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് അമ്മയെ ഒറ്റപ്പെടുത്തി കളയരുത്. അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ജീവിത പങ്കാളിയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയോ അവരെ മോശക്കാരാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ആളുകളുടെ കൂടെ കൂടിക്കളയരുത്. കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒപ്പം നിന്ന ഒരാളാണ്. അയാൾക്ക് ജീവിത സായണത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് പങ്കാളിയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഏഴാമത്തെ കാര്യം, വാർദ്ധക്യകാലത്ത് ശരീരത്തിന് ക്ഷീണാവസ്ഥ ഉണ്ടായേക്കാം, മെമ്മറി ലോസ് ഉണ്ടാകാം. ഇത് ഒരു പരിധിവരെ പ്രതിരോധിച്ച് നിൽക്കാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. പലപ്പോഴും ഇതിന് ഒരു കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. നമ്മൾ മിക്കവാറും സമയം ചെലവഴിക്കുന്നത് വെർച്വൽ വേൾഡിലാണ്. അവിടെ നമ്മുടെ ശരീരവും ബ്രെയിനും ആക്റ്റീവ് ആകുന്നില്ല. അതുകൊണ്ട് പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് വന്നു പെടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മിക്കവാറും അനുഭവിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാകും. അതുകൊണ്ട് വെർച്വൽ വേൾഡിൽ നിന്ന് വലിയൊരു പരിധിവരെ മാറി നിൽക്കേണ്ടത് വാർദ്ധക്യകാലത്ത് അനിവാര്യമായിട്ട് മാറുന്നു. റിയൽ വേൾഡ് തരുന്ന എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക. നമ്മൾ പറയാറില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനും എല്ലാം പ്രശ്നത്തിലാകും. ഏതാണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് വാർദ്ധക്യകാലത്ത് സംഭവിക്കുന്നത്. വെർച്വൽ വേൾഡിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കില്ലേ. എട്ടാമത്തെ കാര്യം, ഭൂതത്തിൻ്റെ പിടിയിലാകരുത്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ ഭൂതകാലം. ചില ആളുകൾ ഭൂതകാലത്തെ പ്രശ്നങ്ങൾ വിടൂലല്ലോ. പ്രായമായി ഇനി അധികം കാലം ജീവിതം ബാക്കിയില്ലെങ്കിലും ഭൂതകാലം നമ്മളെ പലപ്പോഴും പ്രശ്നത്തിലാക്കും. ചിലരിലെങ്കിലും പ്രതികാര ചിന്തകൾ കടന്നു വരും. അതായത് നല്ല പ്രായത്തിൽ പാർട്ട്ണർ നമ്മളെ അടക്കി ഭരിച്ചു, നമുക്കന്ന് പ്രതികരിക്കാനൊന്നും സാധിച്ചില്ല. പ്രായമായി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കാനില്ല, ആരെയും പ്ലീസ് ചെയ്യാനൊന്നുമില്ല, അന്ന് ചെയ്തതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യാൻ പോവാണ്. അങ്ങനെ പ്രതികാരം ചെയ്യുന്ന ചില ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അന്ന് പലതിനോടും പ്രതികരിച്ചില്ല, മിണ്ടിയില്ല. ഇപ്പം അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ റെഡിയായി കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ. നമ്മുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാകില്ലേ. ഇപ്പം ലൈഫ് പാർട്ട്ണർ എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ ആണെങ്കിൽ പിന്നെ പഴയത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചിലരുടെ മനസ്സാണെങ്കിൽ എപ്പോഴും സംശയമുള്ളതായിരിക്കും. ചെറുപ്പകാലത്ത് ചിലപ്പോൾ അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പ്രായമായാലും അത് വിട്ടുപോകാതെ ഇയാൾ പണ്ടിങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു സംശയ ദൃഷ്ടിയോടുകൂടി എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലേ. പണ്ട് കാലത്ത് വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, ഇപ്പം അത് പോയി. ഇനി അതെല്ലാം കണ്ടുപിടിക്കാൻ നടന്ന് ജീവിതം പാഴാക്കി കളയരുത്. അതുപോലെ തന്നെ നിൻ്റെ അപ്പനൊന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അമ്മ ഇങ്ങനെ ചെയ്തില്ലേ. അപ്പനും അമ്മയും മരിച്ചു പോയിട്ട് വർഷങ്ങൾ കുറേയേറെയായി. എന്നാലും അതെല്ലാം പറഞ്ഞ് പാർട്ട്ണറെ വേദനിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് ഭൂതത്തിൻ്റെ പിടിയിലാകരുത്. 9, അടുക്കും ചിട്ടയും ഇല്ലാത്ത ലൈഫ് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല വിഷമമായിരിക്കും. ചെറുപ്പമായിരുന്ന കാലത്തെ ആരോഗ്യസ്ഥിതിയല്ല ഇപ്പോൾ നമുക്കുള്ളത്, ശാരീരിക സ്ഥിതി മാറി. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് റുട്ടീൻ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. അപ്പോൾ അടുക്കും ചിട്ടയും ഇല്ലാതായി കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ഒരാൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. മറ്റേ ആളെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറാനിടയുള്ളത് വേറൊന്നുമല്ല, നല്ല മടി മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്താ? ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്യുക, എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. 10ാമത്തെ കാര്യം, എത്ര പ്രായമായാലും പിശുക്കി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. പണമില്ലാത്തത് കൊണ്ടല്ല, പണമുണ്ട്, എന്നാലും ജീവിത പങ്കാളിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ സമ്മതിക്കില്ല. പണ്ടാണെങ്കിൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂട്ടിവെക്കുന്നത് ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ഇനി അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജീവിത പങ്കാളികൾക്കൊക്കെ താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് തടസ്സം നിൽക്കാതിരിക്കുക. പണ്ട് ഒരുപാട് പിശുക്കി ജീവിച്ചവർക്ക് പിശുക്കൊന്നുമില്ലാതെ ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണെന്ന് കരുതണം. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ഇത്രയേ ഉള്ളൂ. ജീവിത സായനത്തിൽ ഒരുമിച്ചായിരിക്കാൻ എല്ലാ ജീവിത പങ്കാളികൾക്കും അവസരം കിട്ടാറില്ല.
അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചില പെരുമാറ്റ രീതികളും പ്രവൃത്തികളും കൊണ്ട് ജീവിതം ദുരന്തമാക്കി മാറ്റരുത്. എൻ്റെ കൂടെ ഇങ്ങനെ ഒരാളുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ജീവിത പങ്കാളിക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ പെരുമാറാനും പ്രവർത്തിക്കാനും നമുക്കാകണം. അതിനെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.